ഡോക്ടർ രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജ് എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചാത്തന്നൂരിൽ നിന്ന് ഏതാണ്ട് 5-6 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പൊഴിക്കര എന്ന് പറയുന്ന ഒരു കടലും കായലും കൂടെ ചേരുന്ന ഒരു പ്രദേശത്തെക്കുറിച്ചാണ് വർണ്ണിക്കാനായിട്ട് പോകുന്നത്. നേരത്തെ ഞാൻ മറ്റൊരു കായലിനും കടലിനെ കുറിച്ച് ഇട്ടിരുന്നു. എന്നാൽ ഇത് വളരെ മനോഹരമായ ഈ പ്രദേശത്തെ കാണാതെ മറക്കരുതേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇത് ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പറയുന്നു. ഇതാണ് നമ്മളീ കാണുന്നതാണ് പൊഴിക്കര ബീച്ച്. വന്നു കാമുകൻ തെച്ചിപ്പൂവേ മിഴി തുറക്കൂ, തേനുണ്ണാൻ വന്നു കാമുകൻ. കണ്ണിൽ വിടർന്ന ശൃംഗാരം, ചുണ്ടിൽ നിറഞ്ഞ സിന്ദൂരം. കണ്ണിൽ വിടർന്ന ശൃംഗാരം, ചുണ്ടിൽ നിറഞ്ഞ സിന്ദൂരം. ആദ്യം ഞാൻ കാപ്പൽ ബീച്ചിൽ പോയിരുന്നു. അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിയാണ് ഈ കാണിക്കുന്നത്. അവിടെ നിന്ന് ഈ പൊഴിക്കര റൂട്ടാണ്. വളരെ മനോഹരമായ വേലി കൊണ്ട് രണ്ട് ഭാഗത്തും പുഴയുടെ ആ ട്രിബ്യൂട്ടറിയെ വേർതിരിച്ചുകൊണ്ട് ഇത് ഈ റോഡ് കടന്നു പോകുന്നു. ഇവിടുന്ന് ചെല്ലുമ്പോൾ ഇടത്തോട്ടുള്ള വഴികളിൽ തിരിയുമ്പോഴാണ് പൊഴിക്കര ബീച്ചിലേക്ക് ചെല്ലുന്നത്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഈ പൊഴിക്കര ബീച്ചിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് പൊഴിക്കര ബീച്ച്. വളരെ മനോഹരമായി പ്രകൃതി രമണീയമായ ഈ ഭംഗിയുള്ള ഈ സ്ഥലം, അനേകം ആൾക്കാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ ഒരു പറുദീസ തന്നെയാണ്. പക്ഷെ അനേകർക്ക് അറിയത്തില്ല എന്തിന് പൊഴിക്കൽ ജനതയ്ക്ക് പോലും ഇങ്ങനെ പൊഴിക്കര ജനതയ്ക്ക് പോലും ഇങ്ങനൊരു സ്ഥലം വളരെ ഫേമസ് ആണെന്ന് അറിയത്തില്ല. നമ്മൾ നേരത്തെ കണ്ടത് ഒരു വിദേശികളായിട്ടുള്ള 2 പേരെയാണ്. അവര് ഈ പടിയിലിരുന്ന് ഈ ആസ്വദിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കാണുന്നത് കൊല്ലം ടൗണാണ്. ഏതാണ്ട് 10-15 കിലോമീറ്റർ അകലെയുള്ള കൊല്ലം ടൗണിനെ ഇവിടെ നിന്ന് വളരെ വീക്ഷിച്ചാലായിട്ട് കാണാം. പണ്ട് കൊല്ലം ടൗണിൽ നിന്ന് പൊഴിക്കരയിലേക്ക് ബോട്ട് സർവീസ് നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോഴതില്ല. എൻ്റെ കൂടെയുള്ള സ്നേഹിതനാണ് അത്. ഇവിടെ കല്ലുകളൊക്കെ മനോഹരമായി അടുക്കി പ്രകൃതി രമണീയമായി ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകളെ ഒട്ടും ബാധിക്കാതെ തന്നെ അലങ്കരിച്ചിരിക്കുന്നു. നമുക്കത് വളരെ നന്നായിട്ട് കാണാനായിട്ട് പറ്റും. അതിൻ്റെ അവിടെ ചൂണ്ടയിടുന്ന ചില ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏതാണ്ട് സൂര്യാസ്തമ സമയത്താണ് ഞാൻ പോയത്. നമുക്ക് സൂര്യൻ്റെ മനോഹരമായ ചിത്രം നമുക്ക് കാണുവാനായിട്ട് പറ്റും. നമ്മൾ പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പൊഴിക്കര ബീച്ച്. കണ്ണിൽ വിടർന്ന ശൃംഗാരം, ചുണ്ടിൽ നിറഞ്ഞ സിന്ദൂരം. കണ്ണിൽ വിടർന്ന ശൃംഗാരം, ചുണ്ടിൽ നിറഞ്ഞ സിന്ദൂരം.
തിരമാലകളുടെ കാലയിടി നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇത് സബ്സ്ക്രൈബ് ചെയ്യണമേ, ഷെയർ ചെയ്യണമേ, കമൻറ്റ് ചെയ്യണമേ. താങ്ക് യു.